സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ ഇപ്പം PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഏകദേശം 4ഓളം ഡിലീഷൻസ് വന്നിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചേഞ്ച് ആയിട്ടുമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫൈനൽ ആൻസർ കീ ആണ്. അപ്പം ഫൈനൽ ആൻസർ കീ വെച്ച് എത്ര മാർക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. ഫൈനൽ ആൻസർ കീ ആണ്, കോഡ് എ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റിന് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1, 2 and 3. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 2ഉം 4ഉം പ്രസ്താവനകളാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഒന്നിൻ്റെ ആൻസർ, ഓപ്ഷൻ ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് ജപ്പാനും ജർമ്മനിയുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് രണ്ടിൻ്റെ ആൻസർ, ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇന്ത്യ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഡിലീഷൻ വന്നിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ തമിഴ് സംഘ കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? മൂഷക വംശവും അതുപോലെ തന്നെ വംശവുമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 2 and 3 ആണ്. 4ൻ്റെ ആൻസർ ഓപ്ഷൻ സി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 3 ആണ്, അതായത് കുമിതാങ് പാർട്ടിയും അതുപോലെ തന്നെ ഫലാങ് പാർട്ടിയും. 5ൻ്റെ ആൻസർ ഓപ്ഷൻ എ. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൻ്റെ ആദ്യ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്, അതായത് ബുധനും ശുക്രനുമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, അസ്തനോഫിയർ ആണ്, അസ്തനോഫിയർ. എട്ടാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ളത് വെച്ച് മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, 1ഉം 4ഉം ആണ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 8ൻ്റെ ആൻസർ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കാരക്കോറം, സസ്കർ, പീർപഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, കാശ്മീർ ഹിമാലയമാണ്. പത്താമത്തെ ചോദ്യം, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, കാപ്പിയാണ്. 11ാമത്തെ ചോദ്യം, ചാലിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഇളമ്പാരി മലയാണ്. 12ാമത്തെ ചോദ്യം, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, മാൻസിനസ് സി ആൻഡ് സിപ്പേലസ് എൻ ആണ് വരുന്നത് ആൻസറായിട്ട്. 13ാമത്തെ ചോദ്യം, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, നീതി ആയോഗാണ്. 14ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ PSCയുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, MS സ്വാമിനാഥനാണ്. 15ാമത്തെ ചോദ്യം, ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, നബാർഡാണ്. 16ാമത്തെ ചോദ്യം, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, പണപ്പെരുപ്പമാണ്. 17ാമത്തെ ചോദ്യം, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ എന്താണെന്നാണ്? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. 18, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, നിർമ്മല സീതാരാമനാണ്. 19ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക എന്നാണ്. 19ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ബിയും സിയും ആണ് ആൻസറായിട്ട് വരുന്നത്, അതായത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക എന്നാണ്. അപ്പം ബിയും സിയും ആണ് ശരിയായിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ 19ൻ്റെ ആൻസറായിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സാധൂകരിക്കുക എന്നാണ്. അപ്പോൾ ഇതിനകത്തെ തെറ്റ് എന്നാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ABD തെറ്റാണ്, എയും ബിയും ഡിയും തെറ്റാണ്, സി ശരിയായിട്ടുള്ളതാണ്. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ BR അംബേദ്കർ ആണ്. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, നിർദ്ദേശക തത്വങ്ങളാണ്. പെട്ടെന്ന് അങ്ങ് പറയുവാണ്. 23ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുമെന്നാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്, ചേരുംപടി. 23ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 24ാമത്തെ ചോദ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സർക്കാരിയ കമ്മീഷനാണ്. 25ാമത്തെ ചോദ്യം, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണെന്ന് വെച്ചിരിക്കുന്നത്? 25ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ
വാക്കുകളാണ്. 26ാമത്തെ ചോദ്യത്തിൻ്റെ ഇത് 26ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഓപ്ഷൻ എ ആണ് 26ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 27ാമത്തെ ചോദ്യം നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് 2023 സെപ്റ്റംബർ 20. 28ാമത്തെ ചോദ്യം കേരളത്തിലെ നാടൻ കളികളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഇത്. ആൻസർ ഓപ്ഷൻ ഡി കളിത്തട്ടാണ്. 29ാമത്തെ ചോദ്യം കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ്. ആൻസർ ഓപ്ഷൻ എ വി.ടി. ഭട്ടതിരിപ്പാടാണ്. 30ാമത്തെ ചോദ്യം എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി എന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സ്നേഹ സ്വാന്തനമാണ്. 31ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, PC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 31ാമത്തെ ചോദ്യം നമ്മൾ എക്സാം കഴിഞ്ഞ ഉടനെയുള്ള നമ്മുടെ ആൻസർക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡിലീറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ 31 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 32ാമത്തെ ചോദ്യം ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പവും കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നെയിം എന്താണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയയാണ്. 33ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കരളാണ്. പെട്ടെന്ന് പറയുവാണ്. 34ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് CO2 മീഥേൻ CFC-N2O ആണ്. 35ന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. 36ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഡോക്ടർ S. ഫേസി ആണ്. 37ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ദൂരമാണ് വരുന്നത്. പ്രകാശവർഷത്തെ എന്നത് ഏതിൻ്റെ യൂണിറ്റ് ആണ് എന്നാണ്, ദൂരത്തിൻ്റെ യൂണിറ്റ് ആണ്. 38ന്റെ ആൻസർ ഓപ്ഷൻ ഡി 500 വാട്ടാണ്. 39 ആൻസർ ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതിയാണ്. 40ാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 40ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 41ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി പീരീഡ് 4 ഗ്രൂപ്പ് 13. 42ന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ്. അപ്പം 43ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് 43ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 44ന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ലിഥിയമാണ്. 45ന്റെ ആൻസർ ഓപ്ഷൻ സി ഒളിമ്പിക്സ് ആണ്. 46ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ഓപ്പൺ ഹെയ്മറാണ്. 47ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആത്മോപദേശകമാണ്. 48ന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി 1, 4 ആണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. 50ാമത്തതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി 2, 3 എന്നാണ്. 50ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2, 3. ഇനി മാത്സ് ആണ്. മാത്സ് 51ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി 30 ആണ്. 52ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 32 ആണ്. അതുപോലെ 53ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 44,100 ആണ് വരുന്നത്. 54ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി 24 ആണ്. അതുപോലെ തന്നെ 55ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 7% അതുപോലെ തന്നെ 56ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 56ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 45 km/മണിക്കൂറാണ്. 57ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ 50 മീറ്റർ ആണ്. 58ൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി 115 ഡിഗ്രിയാണ്. 59ൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി 100 ആണ്. അതുപോലെ തന്നെ 60ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി 15 ദിവസമാണ്. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും ആൻസർ പറയുവാണ്. 61ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി അണ്ടിലാണ്. 62ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ കീപ്സ് ആണ്. അതുപോലെ തന്നെ 63 ഓപ്ഷൻ സി റൺഔട്ട് ആണ്. 64 ഓപ്ഷൻ ഡി വുഡ് ആണ്. അതുപോലെ തന്നെ 65 ഓപ്ഷൻ ഡി എ ആണ്. 65 ഓപ്ഷൻ ഡി എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 66ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വെൻ്റ് ആണ്. അതുപോലെ തന്നെ 67ൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓൺ ആണ്. 68 ഓപ്ഷൻ സി ടോക്കറ്റേറ്റീവ് ആണ് വരുന്നത് ഓപ്ഷൻ സി. 69 ഓപ്ഷൻ സി ആണ് വരുന്നത്. ലൈക്സ് ആണ് വരുന്നത്. 70ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹോഴ്സ് ആണ്. ഹോഴ്സ്. 71ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ സംയോഗമാണ് വരുന്നത്. 72ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പക്ഷിയാണ് വരുന്നത്. 73ൻ്റെ ആൻസർ ഓപ്ഷൻ സി ദുർജനമാണ് വരുന്നത്. 74ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മഞ്ഞ്, നിഹാരം, തുഷാരമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 75ൻ്റെ ആൻസർ ഓപ്ഷൻ സി ഭൃത്യനാണ് വരുന്നത്. 76 PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 77ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി A+ അവനാണ്. 78ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആഖ്യാനമാണ്. 79ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം. 80ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഓപ്ഷൻ ബി ആണ്. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, അത് നമുക്ക് നോക്കിപ്പോവാം.
സ്പെഷ്യൽ ടോപ്പിക്സ് 81ാമത്തെ ചോദ്യം, ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾ ക്രിമിനൽ ഉത്തരവാദിത്വം ഇല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ശൈശവമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 82 താഴെ പറയുന്നതിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. അതുപോലെ തന്നെ 83ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വകുപ്പുകളിലെ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതിയതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉമാണ്. അതായത് IPC സെക്ഷൻ 370A അതുപോലെ തന്നെ IPC സെക്ഷൻ 376D ആണ്. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 84ാമത്തെ ചോദ്യം, ഇസഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെ ഇടുന്നിടത്ത് എ കാണുന്നു. അതുപോലെ തന്നെ എ പേഴ്സ് എടുക്കുന്നത് ഇസഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്നതിൽ എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗമാണ്. 85 നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ളൊരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ബാധകം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുക, വാറന്റ് ഇല്ലാത്ത പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. 86ാമത്തെ ചോദ്യം, 1973 ക്രിമിനൽ നടപടി ക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോഴാണെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ എൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ്. 87ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി, അല്ല 1ഉം 3ഉം ശരി 2 തെറ്റെന്നാണ്. 1ഉം 3ഉം ശരി 2 തെറ്റെന്നാണ് PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ വരുന്നത്. FIR കൊണ്ട് ബന്ധപ്പെട്ടാണ് ഇത്. നമ്മൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, അന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ ഇത് സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ഉം 3ഉം ശരി 2ഉം തെറ്റാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 86ാമത്തെ ചോദ്യം, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതമെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ്. 1ഉം 4. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. അതുപോലെ തന്നെ വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം. 89 കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി സാങ്കേതിക കാരണങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യമുള്ള അഭിപ്രായങ്ങളും ജഡ്ജിക്ക് നൽകുന്നതിന്. 90ാമത്തെ ക്വസ്റ്റ്യൻ, 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമാണ്. 91 താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക എന്നതാണ് ഇവിടെ പെടാത്തത്. അപ്പോൾ 91ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 92 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാവുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അഴിമതി, സന്മാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നിവ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെയാണ്. 92ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 93 1985 NDPS ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യം വധശിക്ഷ നൽകുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ സെക്ഷൻ 31A ആണ്. 94 1985 NDPS ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും ഓപ്ഷൻ സി ആണ്. കോഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 95 2012 ലൈംഗിക അതിക്രമ നിയമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 96 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമമാണ്. 97 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിന് പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവർ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റകളോ വിവരങ്ങളോ കൈവശം വെക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും ആണ്. 97ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 98ൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 98ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 99ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങളാണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 5 ദിവസമാണ്.
ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 100ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി 5 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീ വെച്ചുള്ള ഫൈനൽ ആൻസർ കീ വന്നത്. കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിലൊരു ചേഞ്ച് വരില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ CPO എഴുതി നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ, അവർ അപ്പോൾ മാർക്ക് നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കറിയാമല്ലോ ബാക്കിയുള്ളവർക്ക് കൂടെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ ഫൈനൽ കീ വെച്ച്. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ കീ വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അറിയാമല്ലോ ഏകദേശം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫൈനൽ കീ ആൻസർ കീയിലെ ആൻസേഴ്സ് വന്നത്. 4 ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വന്നിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, മാക്സിമം ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കണക്ക് കൂട്ടിയിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഓൾ.